ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാനിന്നിവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഐറ്റവുമായാണ് വന്നിരിക്കുന്നത്. ഹൈഡ്രജൻ ബലൂൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കുപ്പി വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിൽ ഇങ്ങനെ ചുരുട്ടി ഇട്ട് കൊടുക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അലൂമിനിയം ഫോയിലെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രെയിൻ ക്ലീനറാണ്. നമ്മുടെ വാഷ് ബേസിനൊക്കെ അടയുമ്പോൾ ക്ലീൻ ചെയ്യുന്ന സാധനം. അതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോസ്റ്റിക് സോഡയാണ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം സോഡിയം ഹൈഡ്രോക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ റിലീസാകും. ആ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കണ്ട റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബലൂൺ ഈ കുപ്പിയുടെ വക്കത്തിങ്ങനെ വെച്ച് കൊടുക്കാം. കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഹൈഡ്രജന് ഈ കുപ്പിയിൽ നിന്നും ഈ ബലൂണിലേക്ക് ഇങ്ങനെ കയറിയിട്ടാണ് ഈ ബലൂൺ വീർത്ത് വരുന്നത്. ഉണ്ടോ, നോക്കിക്കേ, നമ്മുടെ ബലൂണ് വീർത്ത് വരുന്നുണ്ട്. ഉണ്ടോ, കുപ്പിയിലേക്ക് നോക്കിക്കേ റിയാക്ഷൻ നടക്കുന്നത്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, അതുകൊണ്ട് ഹീറ്റ് റിലീസാകും. അതുകൊണ്ട് കുപ്പി ചൂടായി പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെയാണ്. അത് പ്രത്യേകം സൂക്ഷിക്കണം. ഹൈഡ്രജൻ എയറിനേക്കാളും 14 ടൈംസ് ലൈറ്ററാണ്. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ നിറച്ച ബലൂണ് തനിയെ ഉയർന്നു പൊങ്ങി അങ്ങ് പോകും. നമ്മുടെ ബലൂൺ ഇവിടെ വീർത്തു. ഇനി നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. അതുപോലെ മറ്റൊരു ബലൂണോട് ഇതുപോലെ ഹൈഡ്രജൻ നിറച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 ബലൂണ് ഹൈഡ്രജൻ നിറച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മേളിലോട്ട് പറപ്പിച്ചു വിടാം. നമ്മുടെ കയ്യിൽ നൂല് റിലീസ് ചെയ്യുന്നതനുസരിച്ച് ഇത് മേളോട്ട് പൊങ്ങി പോവുകയാണ്. ഇപ്പോൾ നൂല് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്തു. അപ്പോഴത്തേക്കും കണ്ട ഒരു പൊട്ട് പോലെ മാത്രമേ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുതന്നെ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. കണ്ടോ, തീരെ സ്മോളായിട്ട് ആയി വരികയാണ്. ഉണ്ടോ, ഇപ്പം കണ്ടോ, തീരെ ഇച്ചിരിയേ ഉള്ളൂ കാണാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇത് ഏതാണ്ട് പൂർണ്ണമായിട്ടും കണ്ണിൽ നിന്ന് മറയാറായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ, ബൈ.